കോടികൾ ചിലവഴിച്ച നിയമസഭയിൽ ആഡംബര ഡൈനിങ് ഹാൾ ഒരുങ്ങുന്നു. 7.5 കോടി രൂപ ചെലവിലാണ് നിയമസഭാ മന്ദിരത്തിന്റെ സെല്ലാറിൽ ഡൈനിങ് ഹാൾ നവീകരിക്കുന്നത്. ഹാൾ ഒരുങ്ങുന്നത് ഇറ്റാലിയൻ മാർബിൾ ഫ്ലോറിംഗും വില കൂടിയ കർട്ടനുകളും അത്യന്താധുനിക ശബ്ദ സംവിധാനവും ഉൾപ്പെടെയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധി വലിയ തിരിച്ചടിയായിട്ടും സർക്കാരിന്റെ ധൂർത്ത് മനോഭാവത്തിന് വലിയ മാറ്റമൊന്നും നടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് പുതിയ നീക്കം. 7.40 കോടി രൂപ ചെലവിട്ട് ഡൈനിങ് ഹാൾ നവീകരിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം അനുമതി നൽകി. ഒപ്പം ഫണ്ടും അനുവദിച്ചു. അത്യാഡംബര ഹോട്ടലുകൾക്ക് സമാനമായാണ് നിയമസഭാ മന്ദിരത്തിന്റെ സെല്ലാറിലുള്ള ഭക്ഷണശാല നവീകരിക്കുന്നത്. ഇറ്റാലിയൻ മാർബിൾ കൊണ്ടുള്ള ഫ്ലോറിംഗിന് 2.8 കോടി രൂപ ചെലവ് വരും. പാനലിംഗിനും ഗ്ലാസ് പാർട്ടീഷൻസിനുമായി 1.17 കോടി രൂപയും ചെലവഴിക്കും. 21 ലക്ഷം രൂപയുടെ കർട്ടനുകളാണ് ജനാലുകളിൽ വിരിക്കുക. മെക്കാനിക്കൽ ജോലികൾക്ക് 1.51 കോടി, ഇലക്ട്രിക്കൽ ജോലികൾക്ക് 1.10 കോടി എന്നിങ്ങനെ പോകുന്നു. പുതിയ ഡൈനിങ് ഹാളിനായുള്ള ചെലവുകൾ 10 ലക്ഷം രൂപയുടെ ആധുനിക ശബ്ദ സംവിധാനവും നവീകരിച്ച ഹാളിലുണ്ടാകും. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് നവീകരണം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നവീകരിച്ച ഭക്ഷണശാലയാണ് വീണ്ടും നവീകരിക്കുന്നതെന്ന വാദവും ഉയരുന്നു. കേരളത്തിലെ ഖജനാവ് കാലിയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. എല്ലാ മാസവും കടമെടുത്ത് പട്ടിണി സംസ്ഥാനമായി കേരളം പോകുന്നു. ധൂർത്തിന്റെ കാര്യത്തിലാണെങ്കിലും കേരളത്തിന് യാതൊരു പ്രശ്നവുമില്ല. പിണറായി വിജയുമായി ബന്ധപ്പെട്ടവർക്കുമൊക്കെ എന്ത് ചെയ്യാനും യാതൊരു മടിയുമില്ല. അടുത്ത കാലത്താണ് പിണറായി വിജയന്റെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും സാലറി അടക്കം വർദ്ധിപ്പിച്ചു നൽകിയത്. ഏതായാലും പിണറായി വിജയൻ ഭരണത്തിൽ നിന്ന് പുറത്തു പോകുമോ എന്ന ആശങ്ക പോലും നിലനിൽക്കുന്ന ഈ സമയത്ത് പിണറായി വിജയന്റെ സോഷ്യൽ മീഡിയ ടീമിനെ എല്ലാ സ്ഥലങ്ങളിലും വിന്യസിക്കാനും അവരെ സ്ഥിരമാക്കാനുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. പിണറായി വിജയന് ഫ്ലെക്സ് വെക്കാനും വീട്ടിൽ ലിഫ്റ്റ് ഉണ്ടാക്കാനും തൊഴുത്തുണ്ടാക്കാനും അതുപോലെ തന്നെ മറ്റെല്ലാ ചെലവുകൾക്കും കാറുകൾ മാറ്റി വാങ്ങാനും നവീകരിക്കാനും ഒക്കെ തന്നെ പിണറായി വിജയന് പണമുണ്ട്. പാവങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണെന്ന് മുറവിളി കൂട്ടുമ്പോഴും ക്ഷേമ പെൻഷനുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലാളികളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന നീക്കമോ ഒന്നും പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. DA കുടിശ്ശികയും ക്ഷാമബദ്ധ കുടിശ്ശികയും അടക്കം തൊഴിലാളികൾക്ക് വലിയൊരു തുക കിട്ടാനുമുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ധൂർത്തുകൾ പിണറായി വിജയൻ നടത്തുന്നതെന്ന് ശ്രദ്ധേയമാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്. പാവങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ എന്ന് പറയുമ്പോഴും പാവങ്ങൾക്ക് വേണ്ടിയല്ല, ഇത് പിണറായി വിജയന്റെ കൂട്ടർക്കും വേണ്ടി മാത്രമുള്ള ഒരു സർക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. ആശാ വർക്കർമാർ ഇന്ന് 135-ാം ദിവസം സമരത്തിലാണ്. അവർക്ക് അർഹമായ ഒരു തുക വർദ്ധിപ്പിച്ചു നൽകാനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനോ ഇതുവരെ പിണറായി വിജയന് സാധിച്ചിട്ടില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് നേടി അധികാരത്തിലെത്തിയ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന നെറികേടിന്റെ അവസാനത്തെ ഉദാഹരണം കൂടിയാവുകയാണിത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നവീകരിച്ച നിയമസഭയിലെ ഡൈനിങ് ഹാളാണ് വീണ്ടും അത്യാഡംബരത്തോടെ നവീകരിക്കാനുള്ള നീക്കം നടത്തുന്നത് എന്ന് കൂടി ഓർക്കണം.